മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് കുമ്പള ആരിക്കാടി ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. എ.കെ.എം. അഷ്റഫ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തിയ യൂത്ത് ലീഗ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടോൾ ബൂത്ത് അടിച്ചു തകർത്തു. പ്രതിഷേധക്കാർ ക്യാമറകളും ടോൾ ഗേറ്റും ക്യാബിൻ ചില്ലുകളും തകർത്തു. ടോൾ പിരിവിനെതിരെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ചർച്ചയിൽ അവർ ഒറ്റ കാര്യം, ഏറ്റവും നമ്മൾ അരിയാരം കളിക്കുന്ന ആളുകൾക്കറിയാം, കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുമ്പോൾ കോടതി അവസാനമായി ജഡ്ജ് ചോദിച്ചത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പിരിക്കാനുള്ള പെർമിഷൻ ഉണ്ടോ. ഇന്ന് അവർ പറഞ്ഞത് ഞങ്ങൾ 12-ാം തീയതി ടോള് പിരിക്കുന്ന ദിവസം ഞങ്ങൾക്കും ഹൈക്കോടതിയിൽ അറിയാൻ കഴിഞ്ഞു, ഞങ്ങൾ ആ പെർമിഷൻ കൊടുത്തു എന്നാണ്. ജഡ്ജൊരു വിധി പറയാതെ പിരിക്കുന്നെന്ന് പറയുന്നത് അന്യായമല്ലേ? അപ്പോൾ ഒരു കാരണവശാലും അവരെന്ത് പറഞ്ഞാലും ഒരു ഇളവിന് റെഡിയല്ല, കാസർഗോഡ് ജില്ലയെ ഒഴിവാക്കാൻ റെഡിയല്ല. അവരൊറ്റ വാശിയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് സമരങ്ങൾ ജനകീയ പോരാട്ടത്തിൽ തോറ്റു തുന്നം പാടിയിട്ടുണ്ട്. ആരിക്കാടിയിലെ ടോൾ ബൂത്ത് കാസർഗോഡൻ ജനതയുടെ പ്രതിഷേധത്തിന് മുമ്പിൽ 100% തോൽക്കും. വരും നാളുകളിൽ നിങ്ങളത് കാണും. കെ.വി. ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയാണ് അല്ലേ? കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരമൊക്കെ ആരംഭിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾ അവർക്കൊപ്പം ചേരുന്നു. നാട്ടുകാർ ഒന്നടങ്കം രംഗത്തിറങ്ങിയിരിക്കുകയാണല്ലേ ടോൾ ബൂത്തിലെ പിരിവിനെതിരെ? അതെ ശ്രീ, അങ്ങനെ തന്നെയാണ്. അതായത് സത്യാഗ്രഹ സമരത്തിൽ നിന്ന് ആരംഭിച്ച് അത് വലിയൊരു അക്രമാസക്തമായ സമരത്തിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത്. ആ ടോൾ ബൂത്തിൽ ഉണ്ടായിരുന്ന 6 CCTV ക്യാമറകൾ അടിച്ചു തകർത്തു. ടോൾ ഗേറ്റിനെ വാഹനങ്ങൾ തടയുന്ന ഗേറ്റ് അടിച്ചു തകർത്തു. അതോടൊപ്പം ഈ ക്യാബിനിലെ ചില്ലുകളും മറ്റും തകർത്തു. നിരവധി ഉപകരണങ്ങളും തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇന്നലെ എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. നടത്തുന്ന സത്യാഗ്രഹത്തിന് പിന്തുണയുമായാണ് യൂത്ത് ലീഗും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും അവിടെ എത്തിയത്. അത് ഒരുപാട് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വലിയ തോതിൽ പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ പ്രതിഷേധ പ്രകടനം എത്തിയതോടുകൂടിയാണ് പിന്നീട് അത് അക്രമാസക്തമാവുകയും ഇങ്ങനെ അടിച്ചു തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഈ ടോൾ ഗേറ്റിനെതിരെ വരുന്നത്. പ്രധാനമായും ഇവർ പറയുന്നത് ഈ ടോൾ ഗേറ്റ് കഴിഞ്ഞാൽ 20 കിലോമീറ്ററിന് തൊട്ട് അടുത്ത് തന്നെ മംഗളൂരുവിലെ തലപ്പാടിയിലെ ഒരു ടോൾ ഗേറ്റ് വരെ കൂടിയുണ്ട്. അതായത് മാനദണ്ഡ പ്രകാരം 60 കിലോമീറ്ററിനകത്ത് മറ്റൊരു ടോൾ ബൂത്ത് സ്ഥാപിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ ഇവിടെ ടോൾ ബൂത്ത് സ്ഥാപിച്ചത് ഇതൊരു താൽക്കാലിക ടോൾ ബൂത്താണ്. ഈ ദേശീയപാതയിലെ ടോൾ ബൂത്ത് ചാലിങ്കാല എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട്ടിന് സമീപമാണ് വരേണ്ടത്. പക്ഷെ അവിടെ ആ റീച്ചിൽ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഈ താൽക്കാലികമായ ഒരു ടോൾ ഇവിടെ സ്ഥാപിച്ചതും ടോൾ പിരിവ് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇന്നും ആ പ്രതിഷേധം തുടരും. ഈ സത്യാഗ്രഹം എ.കെ.എം. അഷ്റഫ് എം.എൽ.എയുടെ സത്യാഗ്രഹം തുടരും. വലിയ സംഘർഷ സാധ്യത തന്നെയാണ് ഇന്നും ഉള്ളത്. ഈ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ആരോപണ കേസ് കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയും ഇന്നലെ നടന്ന ഈ അക്രമവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ 3 മണിയോടുകൂടി ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷെ ആ ചർച്ച വിജയിച്ചില്ല. അതിനുശേഷമാണ് സമരം കൂടുതൽ ശക്തമാക്കിയതും ഇത്തരത്തിൽ അക്രമാസക്തമായ ഒരു സമരമായി മാറുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ സമാധാനപരമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമരം ഉണ്ടായതെങ്കിൽ ഇന്നലെ രാത്രിയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് ഈ പ്രതിഷേധം മാറിയത്. ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. അത് ഡിവൈഎഫ്ഐയുടെ കൊടികൾ കാണാം, മുസ്ലിം യൂത്ത് ലീഗിന്റെ കൊടികൾ കാണാം. അത്തരത്തിൽ പാർട്ടി പ്രവർത്തകർ BJP ഒഴികെ എല്ലാ പാർട്ടിക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാരും ജനകീയ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും കാസർഗോഡ് മഞ്ചേശ്വരം 2 നിയമസഭാ മണ്ഡലങ്ങളിലെ ജനങ്ങളെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്തുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും താൽക്കാലികമായി ഇപ്പോൾ ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടുണ്ട്. കാരണം ഈ ഉപകരണങ്ങൾ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വീണ്ടും ഈ ടോൾ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ദേശീയപാത അതോറിറ്റി അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്നും ഒരു സംഘർഷ സാധ്യത തന്നെയാണ് ഈ പ്രദേശത്തുള്ളത്. കൂടുതൽ ആളുകൾ ഐക്യദാർഢ്യവുമായി എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. ഇന്നും സത്യാഗ്രഹം തുടരുന്നുണ്ട്. അത് അനിശ്ചിതകാല സത്യാഗ്രഹമാണ്. ഇന്നൊരു യോഗം 10 മണിയോടുകൂടി ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ചേരുന്നുണ്ട്. ഈ സമരം ഏത് രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ. കാരണം ഇതിപ്പോൾ അടിച്ചു തകർക്കുന്നു അല്ലെങ്കിൽ അക്രമാസക്തമായ ഒരു സമരം ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല.
പെട്ടെന്നാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് സ്വഭാവത്തിലേക്ക് ഈ സമരം മാറുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി കൂടിയാലോചന നടത്തി ഏത് രീതിയിൽ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഒരു കൂടിയാലോചന ഇന്നുണ്ടാകും. അതോടൊപ്പം ദേശീയപാത അതോറിറ്റിയുമായി ഒരു പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി വീണ്ടും ചർച്ചയുണ്ടാകാം. ഏതായാലും ടോൾ പിരിവ് അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ഉള്ളത്. അതോടൊപ്പം വിവിധ രാഷ്ട്രീയ പാർട്ടി BJP ഒഴികെ ഉള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയും ഉള്ളത്. അത്തരം പ്രതിഷേധ പരിപാടി ടോൾ പിരിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അനുസരി വൈജു, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് നിരവധി ആളുകളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധം കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് നടക്കുന്ന യോഗത്തിലൊക്കെ എന്തെങ്കിലും തീരുമാനമാകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് നമുക്ക് കരുതാനാകുമോ? അനുസരി അത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഇന്നലെ തന്നെ വലിയ തോതിലുള്ള ചർച്ച നടത്തിയിരുന്നു. പക്ഷെ ആ ചർച്ചയിൽ ഒന്നും തന്നെ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ടോൾ പിരിവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം. ഇതിൽ പ്രധാനമായും ഹൈക്കോടതിയിൽ ഈ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് നിലനിൽക്കുന്നതിനിടെയാണ് അത് ഒരു വിധി വരുന്നതിന് മുമ്പെയാണ് ഈ ഒരു ടോൾ പിരിവ് നടത്തുന്നതിന് ആണ് ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ കാരണം. അനുസരിച്ച് സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് BJPയെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് മുസ്ലിം ലീഗാണ് ഇപ്പോൾ അത് പ്രത്യേകിച്ച് AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകാൻ ഉള്ള ഒരു സാധ്യതയുള്ള AKM അഷ്റഫ് MLAയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നതെന്നാണ് അതിൽ ഏറ്റവും പ്രധാനം. ഇതിൽ വലിയ പിന്തുണ, ജനകീയ പിന്തുണ തന്നെ AKM അഷ്റഫിന് ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. നിരവധി ആളുകൾ അത്തരത്തിൽ ഈ ഐക്യദാർഢ്യവുമായി എത്തുന്ന സാഹചര്യമായുണ്ട്. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു തർക്കവുമില്ല. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM പോലും ആ വേദിയിൽ പങ്കിടുന്ന ഈ ഒരു സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് നമ്മൾ ഇന്നലെയും കണ്ടത്. ഇന്നലെ രാത്രിയോടുകൂടി ഈ പ്രതിഷേധ പ്രകടനത്തിലും DYFIയുടെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ആളുകൾ എത്തുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും അത് കൃത്യമായി ഈ UDF പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. കാസർഗോഡ് നിന്നുള്ള നെല്ലിക്കുന്ന് MLA ആണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. AKM അഷ്റഫാണ് അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ എന്ന് പറയാം, അതല്ലെങ്കിൽ MLAമാരുടെ നേതൃത്വത്തിൽ കാസർഗോഡ്, മഞ്ചേശ്വരം ഈ രണ്ട് മണ്ഡലങ്ങളിലും BJP രണ്ടാം സ്ഥാനത്തുള്ള മണ്ഡലമാണെന്ന് ഓർക്കണം. ഈ ഒരു സാഹചര്യം കൃത്യമായി ഈ രണ്ട് മണ്ഡലങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. അത് UDF കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. അത് തന്നെയാണ് നമ്മൾ കാണുന്ന കാഴ്ചയും. കഴിഞ്ഞ ദിവസം അത്തരമൊരു പ്രതികരണവും AKM അഷ്റഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ഇതിന് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം AKM അഷ്റഫിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. BJP ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ടോൾ പിരിവിനെതിരെ ഇതുവരെ ഒരു പ്രതികരണവും BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും ഇന്ന് BJP ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കൂ എന്നാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം ഈ ടോൾ പിരിവ് കോടതി വിധി വരുന്നവരെ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നതും വളരെ പ്രധാനമാണ്. അതല്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. ടോൾ പിരിവ് യാതൊരു വിധയും അനുവദിക്കില്ല എന്ന് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റി പറഞ്ഞത്. അത് ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം ടോൾ പിരിവ് താൽക്കാലികമായി സ്ഥാപിച്ചതാണെങ്കിലും അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം ഇന്നലെ രാത്രി ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അടിച്ച് തകർക്കുന്ന സാഹചര്യമാണ്. അതായത് പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിനും അപ്പുറം ആളുകൾ എത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ആ ഉപകരണങ്ങളെല്ലാം തകർത്തു. സ്കാനർ തകർത്തു, ടോൾ ഗേറ്റിലെ വാഹനങ്ങൾ തടയുന്ന ഗേറ്റ് തകർത്തു, ഒപ്പം 6 CCTV ക്യാമറകൾ തകർത്തു, ക്യാബിന്റെ ചില്ലുകൾ തകർത്തു, കമ്പ്യൂട്ടറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് മാത്രമേ അറിയൂ. അത് AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവരുടെ പേരിലാണ് കേസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ രാത്രി സംഘർഷം വലിയ തോതിൽ ഉണ്ടായതിനെ തുടർന്ന് AKM അഷ്റഫ് ഇന്നലെ രാത്രി തന്നെ അവിടുന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതൊരു അനിശ്ചിതകാല സത്യാഗ്രഹ സമരമായിരുന്നു. അങ്ങനെ സമാധാനപരമായി നടക്കുന്ന ഒരു സമരം വലിയ അക്രമാസക്തമാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത്. ഏറെ വൈകുവോളം ഒരു സംഘർഷാവസ്ഥ തന്നെയാണ്. കൂടുതൽ പോലീസ് കാസർഗോഡ് നിന്നും ഉൾപ്പെടെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ന് ഏതായാലും കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ടോൾ പിരിവ് ഇന്ന് മറ്റ് ഈ ഉപകരണങ്ങളിലൊക്കെ നന്നാക്കിയതിനു ശേഷം വീണ്ടും തുടങ്ങും അല്ലെങ്കിൽ പുനരാരംഭിക്കും എന്ന് തന്നെയാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കിയിട്ടുള്ളത്. അനുസരി ശരി, KV ബൈജു ആണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.